ഇപ്പോൾ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടേ ലാസ്റ്റ് 20 ഡേയ്സിൽ? ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ക്രാഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. ഇന്ന് ഞാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം. കുറേ കുട്ടികൾ ചോദിച്ചൊരു സാധനമാണ്, സാർ ഞങ്ങൾ +2 കഴിഞ്ഞതാണ്, ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ചോദിച്ച കാര്യമാണ് ഇനി പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ള കാര്യം. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രൊവൈഡഡ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കണം, എന്നിട്ട് ഏകദേശം അതുപോലെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് റെഗുലർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വെച്ചിട്ട്. സോ വീഡിയോയിലേക്ക് പോയാലോ. ലാസ്റ്റ് 20 ഡേയ്സ് പ്ലാൻ ഫോർ നമ്മുടെ ക്രാഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ എഴുതി തന്നെ പോകാമെന്ന് വിചാരിക്കാം അല്ലേ. സോ ഒന്ന് നോക്കിക്കോ, നമുക്ക് 20 ഡേയ്സ് മുന്നോട്ടേക്കുണ്ട്. ഈ 20 ഡേയ്സിൽ നമ്മൾ ഇനി എന്താ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡോപ്പയിൽ ക്യാപ്സ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്കുള്ള പ്ലാനും ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡോപ്പയിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാനിൻ്റെ ഒരു മിനിയേച്ചർ സാധനം മാത്രമാണ് നമ്മൾ യൂട്യൂബിലോട്ട് പബ്ലിഷ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ ഡോപ്പ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രാഷിൽ ഇപ്പോൾ ഡോപ്പയും ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി വിൽ ഫിനിഷ് ഒരു ആവറേജ് ഒരു 3 ചാപ്റ്റർ വെച്ചിട്ട് ഒരു ദിവസം കവർ ചെയ്യും ഇല്ലേ. പെർ ഡേ 3 ചാപ്റ്റർ വീതം കവർ ചെയ്യും. അത് ഫിസിക്സിനും കെമിസ്ട്രിന്നും ബയോളജിയിൽ നിന്നൊക്കെ മാറി സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ നമുക്ക് ചാപ്റ്റേഴ്സ് കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എത്രത്തോളം ചാപ്റ്റർ ആണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 40-45 ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം അത്രയും തന്നെ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരും. ഒരു 10 ദിവസം കൂടിയാണ് വേണ്ടി വരിക. സോ നമ്മുടെ ഇനിയുള്ള 20 ഡേയ്സ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇനി എത്ര വേണം? 10 ഡേയ്സ് കൂടി വേണം. എന്തിനു വേണ്ടിയിട്ട്? 10 ഡേയ്സ് നമ്മൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ടെല്ലിങ് ലൈക്ക് അടുത്ത 10 ഡേയ്സ് നമുക്ക് വരാനുണ്ട്. സോ ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റേഴ്സിൻ്റെ പ്ലാൻ ചില ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ ഡോപ്പയിൽ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത് കണ്ടു നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഈ ഫസ്റ്റത്തെ 10 ഡേയ്സിൽ ഇതാണെങ്കിൽ ലാസ്റ്റിലത്തെ 10 ഡേയ്സിൽ നമ്മളൊരു ഇൻറ്റൻസീവ് റൗണ്ട് ഓഫ് റിവിഷന് വേണ്ടിയിട്ട് പോവുക. ഇൻറ്റൻസീവ് റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ഈ ഇൻറ്റൻസീവ് റിവിഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ടോട്ടൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ വിൽ ബി ടെല്ലിങ് നമ്മൾ 10+10 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റത്തെ 10 ഡേയ്സ് എന്തിനായിരുന്നു മക്കളെ? ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ. പിന്നത്തെ 10 ഡേയ്സ് ഇൻറ്റൻസീവ് റിവിഷൻ. ഓക്കെ. സോ ഫസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ ഇങ്ങനെ നമ്മൾ ഫോം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആദ്യത്തെ 10 ഡേയ്സിൽ നമുക്ക് എന്താ ചെയ്യാം അത് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. ഫസ്റ്റത്തെ 10 ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ എങ്ങനെയാണ് പോവുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 10 ഡേയ്സിൽ വിൽ ബി ടെല്ലിങ് യു വിൽ ബി ഹാവിങ് ക്ലാസ്സസ്. നിങ്ങൾ ക്രാഷ് പഠിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ക്ലാസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഇപ്പം എന്തുണ്ട്, ക്യാപ്സ്യൂളിനാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ക്ലാസ്സുകൾ കേൾക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ യൂഷ്വലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കാര്യം പറയുകയാണ്, യൂഷ്വലി നമുക്ക് 6 hours ആണ് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. ക്രാഷ് പഠിക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ 6 hours ക്ലാസ് ഉണ്ട്. അടുത്തൊരു 10 ദിവസം കൊണ്ടെങ്കിലും ക്ലാസ്സുകൾ തീരണം കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെയും ക്ലാസ്സുകൾ കളിച്ചുകൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല. ഡോപ്പയിലെ ക്ലാസ്സുകളൊക്കെ വിൽ ബി ഫിനിഷിംഗ് ബൈ വിത്തിൻ 10 ഡേയ്സിൽ നമുക്ക് തീർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 6 hours ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഐ ബി ടെല്ലിങ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് നോട്ട് കിട്ടുന്നുണ്ടാവും ക്ലാസ്സിനുള്ളിൽ. ഡോപ്പയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ടുണ്ട്. ക്യാപ്സ്യൂൾ നോട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഈ നോട്ട് ഉണ്ടാവും. ഈ നോട്ട് നമ്മൾ എത്ര സമയം വായിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ചാപ്റ്റർ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു 5 hours 5 ഒന്നും വേണ്ട അല്ലേ, എന്തായാലും ഒരു 2 hours 3 hours 4 hours ഒക്കെ നിങ്ങൾ നോട്ട് വായിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എങ്ങനെ വായിക്കുന്നത് വെച്ചാൽ ചില ആൾക്കാർ അത് ഉറക്കെ വായിച്ച് പഠിക്കും, ചില ആൾക്കാർ അത് വായിച്ചുകൊണ്ട് നടക്കും, പിന്നെ ചില ആൾക്കാർക്ക് അതിങ്ങനെ രണ്ടാമത് എഴുതി പഠിക്കും, ചില ആൾക്കാർ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചിട്ട് പഠിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ നോട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് വായിക്കാൻ വേണ്ടിയിട്ട് 5, 6, 7 മണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററിന് വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ വി ആർ എയിമിങ് ഫോർ പെർഫെക്ഷൻ. കൃത്യമായിട്ട് ഒരു എന്താ പറയുക പെർഫെക്ഷൻ ആക്കണം, നമ്മളത് കംപ്ലീറ്റ്ലി പഠിച്ച് തീർക്കണം എന്നുള്ള രൂപത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ 6 hours അല്ലെങ്കിൽ ഒരു 5 hours ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നെവർ സ്പെൻഡ് ദിസ് മച്ച് ടൈം ആൻഡ് നെവർ ലുക്ക് ഫോർ പെർഫെക്ഷൻ. ഇത് +2കാർക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്താലോ, നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ 10+10 പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുക ലാസ്റ്റ് 20 ഡേയ്സിലേക്ക്. ആദ്യത്തെ 10 ദിവസത്തേക്ക് ഒരു പ്ലാൻ, പിന്നത്തെ 10 ദിവസത്തേക്ക് ഒരു പ്ലാൻ. ആദ്യത്തെ 10 ദിവസത്തെ പ്ലാനിൽ ആണ് ഞാനിപ്പോൾ പറയുന്നത് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി പോകുന്ന സാധനം. ആൻഡ് രണ്ടാമത്തെ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ
നോ പെർഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു സാധനം. എസ്പെഷ്യലി പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ട് നല്ല മാർക്ക് പ്ലസ് ടു എക്സാമിന് ബോർഡ് എക്സാമിനൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച് വെച്ചിട്ടുള്ള ഒരാൾക്കാർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മളൊരു ഹാബിറ്റ് വെച്ചിട്ട്, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാലത്തെ ഹാബിറ്റ് എന്നറിയോ? നിങ്ങൾ LKG മുതൽ പ്ലസ് ടു വരെ പഠിച്ച ഒരു ഹാബിറ്റ് വെച്ചിട്ട് നമ്മൾ നോട്ടിങ്ങനെ വായിച്ച് പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഐ വിൽ ബി ടെല്ലിങ്, നിങ്ങൾക്ക് നോട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ അലോട്ട്, ഒരു ചാപ്റ്റർ വായിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ അലോട്ട് 20 minutes. ഒരു ആവറേജാണ്, എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്ന കേട്ടോ. ശരിക്കും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നോട്ടിൻ്റെ ഉള്ളിൽ കൂടി ഓടിപ്പോയാൽ മതി, സ്പീഡിൽ ഓടിപ്പോവുക, അതിനപ്പുറത്തേക്കുള്ള സ്ഥാനത്തിലേക്കൊന്നും പോരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും നമ്മുടെ നീറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ആർക്കെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം? പ്രാക്ടീസാണ്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സാർ നീറ്റ് മാത്രമൊന്നുമല്ല കേട്ടോ മക്കളെ, നിങ്ങൾ ഇനിയിപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്ന കീം എക്സാം, CUET എക്സാം, ഐക്കാറിൻ്റെ എക്സാം, ഐസറിൻ്റെ എക്സാം, അങ്ങനെ പല എക്സാമുകളുണ്ട്. എല്ലാ എക്സാമിനും വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് നീറ്റിൻ്റെ സ്കോർ, ഇപ്പം നമ്മളിപ്പോൾ മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പകുതി താഴെ മാർക്കൊക്കെ ആയിരിക്കും കിട്ടുക. 120 എക്സാം എഴുതി കഴിഞ്ഞാൽ 60 കിട്ടും, 120 എക്സാം എഴുതി കഴിഞ്ഞാൽ 40 കിട്ടും. അങ്ങനെ ആയിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ല എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ടാണ് വരുന്നുണ്ടാവുക. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് യു വൺ തിങ്. ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അധിക സമയമില്ല. അതായത് ശരിക്കും ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട്, നിങ്ങൾ ക്രാഷ് പഠിക്കുന്ന കുട്ടികളാണ്, എനിക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ലൈക്ക് എ ഹോണസ്റ്റ് തിങ്. ഞാൻ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോകില്ല. ശരിക്കും നമ്മൾ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ മിനിമം ഒരു 300 ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരു മിനിമം ഒരു 10-300 ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു 10 മണിക്കൂറും 15 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ ഒരു ചാപ്റ്ററിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യലുണ്ട്. അങ്ങനെയാണ് അവർക്ക് ആ പ്രാക്ടീസിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്തില്ല, അധികം ടൈമില്ല, നോ ടൈം, അല്ലെങ്കിൽ ഞാൻ പറയാം നോട്ട് സഫീഷ്യൻറ്റ് ടൈം, അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ടെല്ലിങ്, ലൈക്ക് ഇവിടെ പറയുന്ന വാക്ക് ഭയങ്കരമായിട്ട് നോക്കിക്കോ, നിങ്ങളുടെ മെറ്റീരിയൽ. അവിടെയാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോള് വരുന്നത്. നമ്മുടെ ക്യാപ്സ്യൂള് പോലെയുള്ള കോഴ്സുകൾ, ക്രാഷ് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോള് വരുന്നത് അവിടെയാണ് വരുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 30 ക്വസ്റ്റ്യനും ഗോൾഡ് ആയിരിക്കണം. ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാളിങ്ങനെ പരവര നടന്ന് മൊത്തം പ്രാക്ടീസ് ചെയ്യുന്നതാണോ അത് കറക്റ്റായിട്ട് ആവശ്യമുള്ള 30 പ്രാക്ടീസ് ചെയ്യണമെന്നല്ല വെച്ചാൽ അവിടെ മെറ്റീരിയലിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾ ടോപ്പിലെ കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാപ്സ്യൂൾ ഈസ് വളരെ ജുഡീഷ്യസ്ലി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധനമുള്ള ക്യാപ്സ്യൂൾ ഉള്ളത്. അതും നിങ്ങൾക്ക് നടത്തുന്ന എക്സാം, ഒറ്റ ദിവസം എക്സാം നടത്തുമല്ലോ, ആ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മിനിമം ആയിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും ചെയ്തെടുക്കണം. അപ്പോൾ മെറ്റീരിയലിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലിനെ ട്രസ്റ്റ് ചെയ്യാം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കേരളത്തിലെ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിൽ നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുന്നത്, ഞാൻ പറയാം ഒരു 1000 കുട്ടികളുടെ മേളിലൊക്കെ, ഡോപ്പയിലുണ്ട് 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ബാക്കി ഒരു 1000 കുട്ടികളുടെ മേളിലേക്കൊക്കെ പഠിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എല്ലാവരും. അതിനകത്ത് 10,000-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മെറ്റീരിയലുകളുണ്ട്. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മെറ്റീരിയൽ. അതൊരു റെസ്പെക്റ്റാണ്, അത് നമ്മൾ കൊടുക്കണം. ആ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മെറ്റീരിയലിൽ ഒരു ചാപ്റ്ററിന് 15 ക്വസ്റ്റ്യനോ 20 ക്വസ്റ്റ്യനോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. ആ സാധനം ചെയ്ത് പഠിക്കണം. തൊട്ടടുത്ത ദിവസം എക്സാം നടത്തുന്ന ചാപ്റ്ററിന് അപ്പോൾ ആ എക്സാമിനുള്ള പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നോക്കട്ടോ, അപ്പോൾ ഒന്നാമത്തെ റൂള് ഞാൻ പറഞ്ഞത് 10+10 ആയിരുന്നു, രണ്ടാമത്തെ നോ പെർഫെക്ഷൻ ആയിരുന്നു. മൂന്നാമത്തെ റൂള് ഞാൻ നിങ്ങൾക്ക് പറയുന്ന സാധനം എന്ന് വെച്ചാൽ മെറ്റീരിയൽ എന്നുള്ളതാണ് നിങ്ങളുടെ റൂള്. ദിസ് ഈസ് ദ മെറ്റീരിയൽ. ഈ പ്ലാൻ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. മെറ്റീരിയൽ എന്നുള്ളൊരു സാധനം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, അതൊരു കുളത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നുണ്ടാവുക. ദിസ് ഈസ് ദ തേർഡ് തിങ് യു ഹാവ് ടു ഡു. ഇനി മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു വിചാരിച്ചോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആകെ അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു ദിവസം 3 ചാപ്റ്റർ പഠിച്ചാൽ ഓരോ ചാപ്റ്ററിന് 20 ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് ഒരു 60 ക്വസ്റ്റ്യൻ 70 ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഗോ ഫോർ ആൻ എക്സാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം കാര്യങ്ങൾ. എക്സാമിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു +2 സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്ന സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെയാണ്, സ്കൂളിൽ ഇങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിയർ ബൈ 100% മാർക്ക് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക്, ഞാനിങ്ങനെ പറയാൻ കേട്ടോ, ഒരു ക്രാഷ് പഠിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് മാർക്ക് 50% ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കേ കിട്ടുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ 60 കിട്ടും, ചിലപ്പോൾ 70 കിട്ടും, പക്ഷെ അതുപോലെ തന്നെ 13 കിട്ടും, 14 കിട്ടും. അപ്പം ചില ആവറേജ് വരുമ്പോൾ 50% മാർക്കായിരിക്കും. ഇത് കാണുന്ന സമയത്ത് സാധാരണ ക്രാഷ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ
നമ്മൾ സങ്കടപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് സങ്കടം വരും. കാരണം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 50% മാർക്ക് കാണുന്നുണ്ടാവുക. ഇങ്ങനെ എന്ത് ചെയ്യരുത്, സങ്കടപ്പെടാനോ വേറെ കാര്യങ്ങൾക്കോ പോകരുത്. ദിസ് ഈസ് ഓൾ ഓക്കെ മക്കളെ. കാരണം ഈ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എക്സാമിൽ ഇങ്ങനെ സാധനങ്ങൾ വരുമെന്നും മിസ്റ്റേക്കുകൾ സംഭവിക്കുമെന്നും നമുക്ക് സങ്കടപ്പെടേണ്ടി വരുമെന്നും ഇതൊക്കെ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. ദിസ് ഈസ് എൻട്രൻസ് എക്സാം, നോട്ട് സ്കൂൾ എക്സാം. ഇവിടെ 50% മാർക്ക് കിട്ടുന്നത് നിങ്ങളിങ്ങനെ സങ്കടത്തിൽ കാണാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ യു ഹാവ് ടു ഫീൽ ലൈക്ക് എ വെരി ഗുഡ്, ഞാനൊരു എക്സാം എഴുതി എന്നുള്ളൊരു ഫീൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സാമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഉണ്ട് അല്ലേ, ദർ വിൽ ബി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിട്ടും തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാം, വാട്ട് ഈസ് ദ പവർ ഓഫ് എ ലെൻസ്? പവർ ഓഫ് എ ലെൻസ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് ദ ഫോക്കൽ ലെങ്ത് 1/f എന്നുള്ളതാണ് നമുക്കറിയാം. പക്ഷേ നമ്മൾ തെറ്റിക്കാറുള്ള സാധനങ്ങളാണ് ഈ മിസ്റ്റേക്കുകൾ. നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് തെറ്റിപ്പോയി ഈ മിസ്റ്റേക്കുകളിലെ ഈ മിസ്റ്റേക്കുകളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ റെഡ് കളറിൽ എഴുതാം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ മിസ്റ്റേക്കിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു ഹാവ് ടു റീലേൺ. എങ്ങനെ റീലേൺ ചെയ്യേണ്ടത്? ബൈ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. വീണ്ടും ബൈ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ഇത് ഞാൻ എന്തിനാണ് റെഡ് കളറിൽ ചെയ്യുന്നത് അറിയോ? ഞാനിവിടെ റീലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി എന്താ ചെയ്യാന്നറിയോ, നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു പോയിട്ട് വീണ്ടും ക്ലാസ് കാണും. മേ ബി യൂട്യൂബിൽ എടുത്ത് നോക്കും. ഇപ്പോൾ യൂട്യൂബിൽ ഡോപ്പൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് കാണും, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് കാണും, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് കാണും. പോകരുത്. കാരണം റീലേൺ ചെയ്യേണ്ടത് ക്ലാസ് കണ്ടിട്ടല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോയിട്ട് റീലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നോട്ട് വായിക്കും. ആദ്യം 20 മിനിറ്റ്സ് അല്ലേ നോട്ട് വായിച്ചോളൂ. നിങ്ങൾ വിചാരിക്കും ഒരു മണിക്കൂർ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നു. അങ്ങനെയല്ല മക്കളെ. ഇവിടെ റീലേൺ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസിങ് ആണ്. എന്താണ്? ആ മിസ്റ്റേക്ക് വന്ന സാധനങ്ങളെ വീണ്ടും റീലേൺ ചെയ്യുക, ബൈ പ്രാക്ടീസിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ വീണ്ടും പ്രാക്ടീസ് ചെയ്തു, വീണ്ടും മെറ്റീരിയലിലെ ക്വസ്റ്റൻ ആണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത്, രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഡു സം ലെവൽ 1 എക്സ്ട്രാ ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെവൽ 1 ക്വസ്റ്റൻസ് എവിടെന്നാ ലെവൽ 1 ക്വസ്റ്റൻസ് ചെയ്യുക? നിങ്ങളുടെ മെറ്റീരിയൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഡോപ്പയുടെ ആപ്പിലുണ്ട്, നമ്മൾ തരുന്ന മെറ്റീരിയൽസിനകത്ത് സാധനമുണ്ട്. നമ്മുടെ ലൈബ്രറിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് എടുത്തിട്ട്, ഇപ്പോൾ MTG ഉണ്ട്, NCERT ഫിംഗർ ടിപ്സ് ഉണ്ട്, ഏതെങ്കിലും ഗൈഡ് വാങ്ങാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റൻസ് അവൈലബിൾ. അതിനകത്ത് ലെവൽ 1 കുറച്ച് ക്വസ്റ്റൻസ് ചെയ്യുക, വീണ്ടും എക്സാം എഴുതുക. യു ക്യാൻ സീ മാർക്ക് കൂടുന്നത് കാണാൻ വേണ്ടി പറ്റും. സോ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് സൈക്കിൾ. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, ഫസ്റ്റിലത്തെ 10 ഡേയ്സിൻ്റെ സ്ട്രാറ്റജിയാണ് നിങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് 10 ഡേയ്സിൽ നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ക്ലാസ് കാണണം. 6 hours ക്ലാസ് ഉണ്ടാവും. നോട്ടുകൾ എഴുതിയെടുക്കണം. നോട്ട് ക്ലാസ് തന്നെ എഴുതിക്കണം. 20 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വായിക്കണം. നേരെ പ്രാക്ടീസിലേക്ക് പോകണം. ലിമിറ്റഡ് ടൈമാണ്, അതുകൊണ്ട് മെറ്റീരിയൽ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതണം. മാർക്ക് വിൽ ബി 50% അറൗണ്ട്. ഡോണ്ട് പാനിക്. ഇറ്റ് ഈസ് നോട്ട് എ ടൈം ടു പാനിക്. യു ഹാവ് ടു ഫീൽ വെരി ഗുഡ്. ആൻഡ് എന്ത് ചെയ്യണം? മിസ്റ്റേക്കുള്ള ടോപ്പിക്കുകൾ നോക്കണം. യു ഹാവ് ടു റീലേൺ ഇറ്റ് ബൈ പ്രാക്ടീസിങ്. വീണ്ടും പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും എക്സാം എഴുതണം. ദിസ് തിങ് യു ഹാവ് ടു കണ്ടിന്യൂ. സോ ഇതാണ് ഫസ്റ്റത്തെ 10 ഡേയ്സിന്റെ പ്ലാൻ. ഇത് ക്ലിയർ ആണോ എന്നുള്ള കാര്യം പറയണേ. ഈ ഫസ്റ്റ് 10 ഡേയ്സിന്റെ പ്ലാനുകൾ ഇതേ ഡീറ്റെയിലിൽ ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം. ഇത് ചെയ്യാനൊരു പ്രതിജ്ഞ എടുത്തോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ യെസ് സാർ ഐ വിൽ ഡു ദാറ്റ് എന്നുള്ളൊരു ഫീൽ നിങ്ങൾ കൊണ്ടുവന്നോ. ഇനി ലാസ്റ്റിലത്തെ 10 ഡേയ്സിൽ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. ലാസ്റ്റിലത്തെ 10 ഡേയ്സിന് വേണ്ടിയിട്ട് ഐ വിൽ പബ്ലിഷ് എ സെപ്പറേറ്റ് 10 ഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ക്രാഷിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തു തരാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വീഡിയോ കിട്ടുമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡോപ്പയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെന്റർഷിപ്പിന്റെ തന്നെ ഒരു കഷ്ണം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഡിസേർവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്ന് ഒരാഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഈ സാധനം ചെയ്തു തരുന്നത്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കി ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് നമ്മൾ തമ്മിലുള്ള ഒരു പ്രോമിസാണ്. ആ സാധനം അങ്ങനെ ചെയ്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഷെയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 10 ഡേയ്സിന്റെ കാര്യം ഓക്കെ ആണല്ലോ അല്ലേ? ബാക്കി 10 ഡേയ്സിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ലാസ്റ്റ് 10 ഡേയ്സിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലാസ്റ്റ് 10 ഡേയ്സിൽ നമ്മൾ പോകുന്ന സമയത്ത് വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു അറ്റൻഡ് ഫുൾ മോക്ക് എക്സാംസ്. അങ്ങനെ പറയാം, ഫുൾ മോക്ക് എക്സാംസ്. ഇതുവരെ 3 ചാപ്റ്ററിന്റെ എക്സാമുകളായിരിക്കും നിങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടാവുക. നേരെ പോയിട്ട് 84 ചാപ്റ്ററിന്റെ എക്സാം ഉണ്ട്. 84 ചാപ്റ്റർ ഉണ്ട് നമുക്ക് ടോട്ടലി. 84 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ഈ 84 ചാപ്റ്ററിന്റെ എക്സാമുകളിലേക്ക് നമ്മൾ മൂവ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് 84 ചാപ്റ്റർ ചെയ്യാൻ പറ്റുമോ സാറേ? ഇല്ല. 84 ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഞാൻ റിപ്പീറ്റേഴ്സിന്റെ പ്ലാനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് യു ഹാവ് ടു ഡിവൈഡ് ഹോൾ ഓഫ് ദ സിലബസ് ഇൻ ടു ഒരു 5-6 കഷ്ണമായിട്ട് എടുക്കുക. ഇത് 1ാമത്തെ കഷ്ണം, 2ാമത്തെ പാർട്ട്, 3ാമത്തത്, 4ാമത്തത്, 5ാമത്തത്, 6ാമത്തത്. ഡോപ്പയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു എളുപ്പത്തിലുള്ളൊരു വഴി നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഓരോ പാർട്ടിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാകുന്ന വെച്ചാൽ 10,
12, 14 ചാപ്റ്റർ ഉണ്ടാവും. ഓരോ പാർട്ടിനകത്തും ഉണ്ടാവും 10, 12. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു ദിവസത്തിലേക്ക് നമ്മൾ റാപ്പിഡ്ലി നോക്കേണ്ടത്. റാപ്പിഡ്ലി നോക്കാന്ന് പറഞ്ഞാൽ കങ്കാരു ചാടുന്നത് പോലെ തന്നെയാണ്. കഴിഞ്ഞ റിപ്പീറ്റേഷൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ടോപ്പിക് നോക്കി അടുത്ത ടോപ്പിക് നോക്കി അടുത്ത ടോപ്പിക് നോക്കി എല്ലാ ചാപ്റ്റർ കൂടി ഓടി നടന്ന് നോക്കണം, പടപടാന്ന് നോക്കണം. ഓരോ ചാപ്റ്ററും ഞാൻ ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ റൂൾ ഉണ്ടായിരുന്നില്ലേ, വാട്ട് വാസ് സെക്കൻഡ് റൂൾ ഹിയർ? നോ പെർഫെക്ഷൻ. ഇവിടെ കണ്ടോ നോ പെർഫെക്ഷൻ. ഈ നോ പെർഫെക്ഷൻ എന്നുള്ള റൂള് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10, 12 ചാപ്റ്റർ ഉണ്ടാവും. പെർഫെക്ഷൻ നോക്കരുത്, ചാടി പോകാൻ വേണ്ടി നോക്കണം. ആദ്യത്തെ എക്സാം, ഒന്നാമത്തെ എക്സാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ട് എക്സാം എഴുതണം. ആദ്യത്തെ 12 ചാപ്റ്റർ. രണ്ടാമത്തെ എക്സാമിന് ഇത് പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതണം. മൂന്നാമത്തെ എക്സാമിന് 2 എക്സാം എഴുതണം. ഇത് പഠിച്ചിട്ട് എക്സാം എഴുതണം, ഇത് പഠിച്ചിട്ട് എക്സാം എഴുതണം, ഇത് പഠിച്ചിട്ട് എക്സാം എഴുതണം. അങ്ങനെ 6 ഫുൾ ടോപ്പിക് എക്സാം എഴുതും. ലാസ്റ്റ് 10 ഡേയ്സിൽ നമ്മൾ എത്ര ഫുൾ ടോപ്പിക് എക്സാം എഴുതുന്നത്? 10 ഫുൾ ടോപ്പിക് എക്സാംസ് നമ്മൾ എഴുതാനുണ്ട്. അപ്പോൾ 6 ഫുൾ ടോപ്പിക് എക്സാം എഴുതുമ്പോഴത്തേക്കും വി വിൽ ബി കവറിങ് സബ്ജക്ട് ഒരു റൗണ്ട് കൂടി റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി 7ാമത്തെ ഫുൾ ടോപ്പിക് എക്സാം നമ്മൾ എങ്ങനെ എഴുതുന്നത് അറിയോ? ദിസ് ഈസ് ദ 7ാമത്തെ ഫുൾ ടോപ്പിക് എക്സാം. നോക്കിക്കോ, 1ഉം 2ഉം പഠിച്ചിട്ട്. അടുത്തത് ഇത് 8ാമത്തെ ഫുൾ ടോപ്പിക് എക്സാം. അടുത്ത നമുക്ക് ഇത് 9ാമത്തെ ഫുൾ ടോപ്പിക് എക്സാം. ഇങ്ങനെ എഴുതി. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഓടിച്ച് നോക്കിയിട്ട് ഒരു എക്സാം കൂടി എഴുതാനുണ്ടാവും. മക്കളെ, ഞാൻ ഇത്രേ പറയാനുള്ളൂ. ഇത് നമുക്ക് പറ്റുന്ന നല്ല മാക്സിമത്തിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാധനം. ഇതുവരെ തുടങ്ങാത്ത, ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയ സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് ഈ പ്ലാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനൊരു മാർക്ക് ഗ്യാരണ്ടി ചെയ്തു തരാം. ദാറ്റ് ഈസ് സിംപ്ലി നത്തിങ് ലെസ് ദാൻ 450. 450 പ്ലസ് മാർക്ക് ഐ വിൽ ഗ്യാരണ്ടി. ആർക്കും ഈ പ്ലാൻ അനുസരിച്ചിട്ട് പഠിക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ മേളിലേക്ക് നിങ്ങൾ എത്ര കയറും എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രീവിയസ് നോളജിനെയും കൂടി എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. പക്ഷേ ലെറ്റ് മീ ടെൽ യു ദാറ്റ് 450 പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 720 മസ്റ്റായിട്ട്. അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് 720. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആളൊന്നുമല്ല കേട്ടോ. കാരണം ഇപ്പോൾ 200 ഉള്ള ആൾക്കും 720 കിട്ടും, 100 ഉള്ള ആൾക്കും 720 കിട്ടും. പക്ഷേ ഞാൻ പറയുകയാണ് 450 ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അത്രയും ഹൈ ആയിരിക്കും. സോ വൺ തിങ് ഈസ് ദാറ്റ്. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് കേരളത്തിലുള്ള ഡോക്ടർ എടുക്കാനുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇഫ് യു ആർ സ്കോറിംഗ് സംതിങ് ലൈക്ക് 450 പ്ലസ് ഇൻ യുവർ ഫസ്റ്റ് ചാൻസ് യു വിൽ ബി ഗെറ്റിംഗ് ഓൾമോസ്റ്റ് ഫുൾ സ്കോളർഷിപ്പ്. വളരെ നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോപ്പേറെ സ്കോളർഷിപ്പ് സ്കീമുകൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനൗൺസ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികളുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടെ. ഫസ്റ്റത്തെ കാര്യം എന്തായിരുന്നു? ഫസ്റ്റത്തെ കാര്യം 10+10. 10 ദിവസം 10 ദിവസത്തെ പ്ലാൻ. 10 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നു. 10 ദിവസം നമ്മൾ 10 ഫുൾ ടോപ്പിക് എക്സാം എഴുതുന്നു. അടുത്ത സാധനം നോ പെർഫെക്ഷൻ. നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ച് പെർഫെക്റ്റ് ആക്കാനല്ല നോക്കുന്നത്. ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ കമ്മിങ് ആയിട്ടുള്ള ഹൈ യീൽഡിംഗ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുക എന്നുള്ളത് മാത്രമേ നോക്കാം. ആൻഡ് തേർഡ് റൂൾ ഈസ് ലൈക്ക് മെറ്റീരിയൽ ഫോളോ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഫോർത്ത് റൂൾ ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിറ്റിവിറ്റി. എനിക്ക് കിട്ടും, ഞാൻ വർക്ക് ചെയ്യും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ഒരു ഉറപ്പിൽ വേണം നിങ്ങൾ ചെയ്യാൻ. സോ ഐ ആർ യു വെയിറ്റിംഗ്. ചെയ്യല്ലേ, അടിപൊളിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തോ. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ സാധനം അയച്ചു കൊടുക്കണം. ദെൻ ഓൺലി നമ്മൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ പർപ്പസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഉറപ്പായി നമ്മുടെ കൂടെ നിൽക്കുമല്ലോ അല്ലേ? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പോന്നോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.